ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനുമായി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങൾ ഏവർക്കും അറിയിക്കുന്നു. ഒരു നാൾ കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചന പഠനത്തിനായിട്ട് കൂടുവാൻ ദൈവം അവസരങ്ങളെ നൽകിയതിൽ ഏറെ സന്തോഷിക്കുന്നു. ആ സമയത്തെ വേർതിരിച്ച നിങ്ങളേവരോടുമുള്ള പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ അഭിവൃദ്ധിക്ക് കാരണം വീണ്ടുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിപ്പാനും പ്രാർത്ഥിപ്പാനും കരുതുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകുന്നല്ലോ. ആ കാൽവറിയുടെ സ്നേഹവും ദൈവവചനവുമാണല്ലോ നമ്മെ ഒരുമിച്ച് ചേർത്തത്. സ്തോത്രം. കർത്താവ് നമ്മെ ഈ സ്നേഹത്തിലും കൃപയിലും നിലനിർത്തുമാറാകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം. 11 മുതൽ അതുമല്ലെങ്കിൽ 9 മുതൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസവും ഒന്ന് കണ്ടു. ഇന്നലെ നമ്മൾ കണ്ട 3 രണ്ടുകളുണ്ട് ആ ഭാഗങ്ങളിൽ. ഒന്ന്, യേശുക്രിസ്തു മനുഷ്യവർഗത്തോട് പൊതുവെയും വിശുദ്ധന്മാരോട് പ്രത്യേകാലും കർത്താവായ യേശുക്രിസ്തു നമ്മോട് താതാത്മ്യപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ താഴ്മയെയും താഴ്ചയെയും അല്ലെങ്കിൽ നിന്ദിക്കപ്പെടലിനെയും കുറിക്കുമ്പോൾ, Christ's joy in praising the Father and sharing his joy with us, or revealing his Father to us, or communing with the church. മൂന്നാമത്തെ രണ്ട് നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിന്റെ 2 സന്തോഷങ്ങളാണ്. ഒന്ന്, പിതാവിനെ കീർത്തിക്കുന്നതും 2, സഭാമധ്യേ സഹോദരന്മാരോട് പിതാവിന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നതും അഥവാ വെളിപ്പെടുത്തുന്നതും. അങ്ങനെ 3 രണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ അവശേഷിക്കുന്നെങ്കിൽ ചോദിച്ചാട്ടെ. പാസ്റ്ററെ,
ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ ഇപ്പോൾ പാഷ പറഞ്ഞതായ ആ സന്തോഷവും നമ്മോടുള്ളതായ ആ സഹോദര സ്നേഹവും പഴയ നിയമ വിശുദ്ധന്മാരോട് അവരോടുള്ള മനോഭാവം, യേശുവിൻ്റെ മനോഭാവം എന്തായിരിക്കും? വിശുദ്ധന്മാരോട് പൊതുവായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോടും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെ. പക്ഷേ നമ്മൾ എബ്രായ ലേഖനം തന്നെ 11:40 വായിക്കുന്നത് പോലെ അവരെല്ലാവരും 11:39 40 നമ്മൾ കാണുന്നു. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും വിശ്വാസം കാത്തു എന്ന സാക്ഷ്യം പ്രാപിച്ചു, പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാരെന്ന് സംബോധന ചെയ്യുന്ന ആദ്യത്തെ സംഭവം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ നമ്മൾ സഹോദരങ്ങളാണ് എന്ന സൂചന നമുക്ക് തരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും വരെ എല്ലാം പഴയ നിയമമാണ്. കർത്താവിൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം ചീന്തിയതിന് ശേഷമേ പുതിയ നിയമം ആരംഭിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ക്രൂശിന് ശേഷമേ പുതിയ നിയമമുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതും അവരെ സംബോധന ചെയ്തതുമെല്ലാം പഴയ നിയമകാലത്ത് തന്നെ എന്ന് നമുക്ക് പറയാം. ആ ക്രൂശിൽ മാനസാന്തരപ്പെട്ട കള്ളൻ മരിക്കുന്നതുപോലും പഴയ നിയമത്തിലാണ്, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ്. ആ പഴയ നിയമ വിശുദ്ധന്മാരെന്ന് ഒരു കാലഘട്ടം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശിഷ്യന്മാരെയും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സഹോദരങ്ങൾ എന്ന ഒരു സംബോധനയിലേക്ക് കർത്താവ് പരോക്ഷമായിട്ട് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്നാൽ അതിനെ പ്രത്യക്ഷമായി തെളിവോടെ സംബോധന ചെയ്തത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. അപ്പോൾ ഉയർപ്പിന് മുമ്പ് ശിഷ്യന്മാരോടുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല. അതുകൊണ്ട് തന്നെയാണ് 1 പത്രോസ് 1-10 മുതൽ നമ്മൾ വായിക്കുന്നത്, പഴയ നിയമ വിശുദ്ധന്മാരിലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടായിരുന്നു, അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് എന്നാണ് അപ്പോസ്തലൻ പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരൊക്കെ ക്രിസ്തുവിനുള്ളവരാണ്. റോമർ 8:9, 10, 11 വെച്ച്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരിലും പരിവർത്തിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാകയാൽ അവരും ക്രിസ്തുവിനുള്ളവർ തന്നെയായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരെ നേരിട്ട് സഹോദരന്മാരെന്ന് സംബോധന ചെയ്തിട്ടില്ലാത്തതുപോലെ തന്നെ പഴയ നിയമ വിശുദ്ധന്മാരോടും ഇടപെട്ടിരുന്നു. എന്നാൽ പരോക്ഷമായി അവർ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായതുകൊണ്ട് സഹോദരന്മാർ എന്ന സൂചന
നമുക്ക് ശിഷ്യന്മാരെക്കുറിച്ച് ലഭിക്കുന്നത് പോലെ പഴയ നിയമ വിശുദ്ധന്മാരെക്കുറിച്ചും മനസ്സിലാക്കാം. അബ്രഹാമിനെ ദൈവം സ്നേഹിതൻ എന്ന് വിളിച്ചെങ്കിൽ, ദാനിയേലിനെ ഏറ്റവും പ്രിയ പുരുഷനെ എന്ന് വിളിച്ചെങ്കിൽ, തീർച്ചയായും ഈ ഒരു ബന്ധം പഴയ നിയമ വിശുദ്ധന്മാർക്കും കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉണ്ട്. എന്നാൽ അതിൻ്റെ അക്ഷരീക നിവർത്തീകരണം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെയൊരു സംബോധന പുതിയ നിയമ വിശുദ്ധന്മാർക്ക് പ്രത്യേകാലുള്ളതാണെന്ന് മനസ്സിലാക്കാം. മറ്റെന്തെങ്കിലും? ശരി, നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്തു പിതാവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും ആയിട്ടാണ്. പിതാവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നു. ആ കീർത്തനത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടുവല്ലോ. ഇന്ന് നമ്മുടെ സഭകളിൽ ഈ പറഞ്ഞു പറയിപ്പിക്കുന്ന സ്തോത്രത്തിൻ്റെയൊക്കെ കാര്യമാണ് നമ്മൾ ഇന്നലെ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. നമ്മൾ സ്തോത്രം ചെയ്യുന്നതും സ്തുതിക്കുന്നതും കൈയടിക്കുന്നതുമെല്ലാം ഒരു സ്വന്തമായ താല്പര്യത്തിൽ നിന്നും ഉൾപ്രേരണയിൽ നിന്നുമായിരിക്കണം. എന്നാൽ ഇന്ന് നല്ല ശതമാനം നല്ല പ്രസംഗകരും നല്ലതുപോലെ വചനം പറയുന്നവരും വചനം വ്യാഖ്യാനിക്കുന്നവരും പോലും അരോചകമാകും വണ്ണം സ്തുതിപ്പിക്കുന്നത് കാണുമ്പോൾ പ്രയാസം തോന്നും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ ആർക്കാ ഈ നല്ലതെന്ന് തോന്നുന്നത്? ദൈവത്തിനല്ലേ തോന്നേണ്ടത്? ഇപ്പൊ ഒരാള് ശബ്ദം കുറച്ച്, പ്രത്യേകിച്ച് പ്രസംഗത്തിൻ്റെ ഇടയിലാണ്, ശബ്ദം കുറച്ച് സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പ്രകടിപ്പിച്ചാൽ ദൈവം അത് കൈക്കൊണ്ടു. ദൈവത്തിനത് നല്ലതെന്ന് തോന്നി. പക്ഷേ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാഞ്ഞതുകൊണ്ട് പ്രസംഗകൻ അത് നല്ലതായിട്ട് തോന്നിയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ചിലരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കങ്ങ് അരോചകത്വം, അവരുടെ അരാജകത്വമാണ് നമുക്കങ്ങ് അരോചകത്വം തോന്നും. ഓ, നിങ്ങൾ സ്തുതിച്ചില്ല, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു 10 സെക്കൻഡ് കണ്ണടച്ച് കൈയടിച്ച് കൈകളെ തട്ടി, ഇപ്പം കൈയടിച്ചു എന്നല്ല, കൈകളെ തട്ടി എന്ന്. അതുപോലെ പോട്ടെ, എന്തെങ്കിലും ആട്ടെ, ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഇങ്ങനെ പ്രസംഗകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ കാണിക്കാൻ, പോട്ടെ എന്തേലും പോട്ടെ, പുള്ളിക്ക് സന്തോഷമാകട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് കൈയടിക്കുന്നു. അത് തെറ്റായൊരു പ്രവണതയാണ്. ചിലരുടെ പ്രസംഗത്തിൽ സ്തുതിപ്പിക്കാൻ വേണ്ടി തന്നെ 5-10 മിനിറ്റ് മൊത്തത്തിലെടുക്കാറുണ്ട്. ആകെക്കൂടെ കിട്ടുന്ന 30 മിനിറ്റ് അല്ലെ 40 മിനിറ്റ് ഒന്ന് സ്തുതിച്ചേ എന്ന രീതിയിൽ പറഞ്ഞ് ആ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് ഒരു 5 to 10 മിനിറ്റ്സ് മൊത്തം കൂടെ എടുത്താൽ കിട്ടും. അത്രയും സമയവും കൂടെ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാമായിരുന്നു. അപ്പം
ദൈവത്തിന് സ്വീകാര്യമാകും വണ്ണം അത്രേ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്, നിർബന്ധത്താൽ അല്ല. ഇപ്പൊ ക്രിസ്തു പിതാവിന്റെ നാമത്തെ കീർത്തിക്കുന്നു. 12 13 വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിക്കാം. 12 and 13. ഞാൻ നിന്റെ നാമത്തെ എന്റെ വായിച്ചു. എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. സ്തോത്രം. ദൈവത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുക. ദൈവത്തെക്കുറിച്ച് മഹത്വകരമായി സംസാരിക്കുക. നമ്മുടെ ഇടയിലാണെന്ന് തോന്നുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത്. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത്, ഇന്നലത്തെ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ 2-3 പേരൊന്ന് സംസാരിച്ചപ്പോഴാ പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതിൽ നമുക്ക് വലിയ സന്തോഷം തോന്നാറില്ല. നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരാൾ പ്രസംഗിക്കുമ്പം അത്ര വലിയ ആത്മാവിലായിട്ട് ഞാൻ കാണുന്നില്ല ആൾക്കാരെ. എന്നാൽ നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളെ സ്പർശിക്കുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വികാരഭരിതരാകുന്നു. നമ്മുടെ ആത്മീയത, നമ്മുടെ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ സഭകളിൽ കാണപ്പെടുന്ന ഒരു ആത്മീയത വൈകാരികമാണ്. മോസ്റ്റ്ലി അവർ സ്പിരിച്വാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഇമോഷണൽ സെന്റിമെന്റ്സ്. ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം. അങ്ങനെ ആകാൻ പാടില്ല. ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് ഓൾട്ടർ കോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കേട്ട വചനമനുസരിച്ച് തീരുമാനമെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരവസരം കൊടുക്കണം. അങ്ങനൊരവസരം കിട്ടിയില്ലെന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയാ. പക്ഷേ ആ ഓൾട്ടർ കോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആകാൻ പാടില്ല. ഒരു പ്രത്യേക രീതിയിൽ വൈകാരികമായ ചൂഷണം ചെയ്യലാകരുത്. കേൾവിക്കാരുടെ വികാരങ്ങളെ തൊട്ടുണർത്തി അവരെ ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് പ്രസംഗകന്റെ ലക്ഷ്യം നിവർത്തിക്കുന്ന തരത്തിലാകരുത്. പരിശുദ്ധാത്മാവ് വികാരങ്ങളെ തൊട്ടോട്ടെ, പക്ഷേ ആർട്ടിഫിഷ്യൽ ഇമോഷണൽ സ്റ്റിറിങ് അപ്പ് അത് പാടില്ല. ദൈവാത്മാവ് തൊട്ടോട്ടെ അവരുടെ വികാരങ്ങളെയും ഫുൾ വ്യക്തിത്വത്തെ, മുഴുവൻ ആളത്വത്തെ ദൈവാത്മാവ് തൊടട്ടെ. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വികാരങ്ങളെയോ ചിന്തകളെയോ തൊടാതെ നമ്മൾ വാക്കുകൾ കൊണ്ടും ടോണ് കൊണ്ടും മ്യൂസിക് കൊണ്ടും ഒക്കെ കേൾവിക്കാരുടെ വികാരങ്ങളെ ഉണർത്തി ഇക്കിളിയിട്ട് കരയിപ്പിച്ച ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ടൊരു തീരുമാനമെടുപ്പിച്ചാൽ അല്പം കഴിയുമ്പോൾ അതൊക്കെ മാറും. ഞാൻ നിങ്ങളോട് മുമ്പൊരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്ഥലവും ആളിനെ ഒന്നും പറയാതെ ഞാൻ പറയാം. ഒരു സ്ഥലത്ത് ഞാൻ ക്ഷണിക്കപ്പെട്ടതനുസരിച്ച് അവർ എനിക്ക് തന്ന വിഷയം
ഒരാഴ്ച ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ അവിടെ പങ്കുവച്ചു. ഞാൻ പ്രത്യേകിച്ച് വൈകാരികത, ബൈബിൾ ക്ലാസ്സാ, പ്രത്യേകിച്ച് വൈകാരികതയൊന്നും അവിടെ ഉണ്ടാക്കാൻ ഞാൻ പോയില്ല. ഒരു ദിവസം കഷ്ടിച്ചൊരു മണിക്കൂർ കിട്ടും. ഒരു 5-6 ദിവസം കൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റ് തീർക്കണം. ഒരു ദിവസം 1 മണിക്കൂർ വെച്ച്. ഈ 5 ദിവസമേ ഉള്ളൂ. 5 മണിക്കൂർ കൊണ്ട് എനിക്ക് ആ വിഷയം തീർക്കണം. പക്ഷെ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഓടിപ്പോവുക. 2-ാമത്തെ ദിവസം മുതൽ അവിടെ ആൾക്കാരിൽ മാറ്റങ്ങൾ കണ്ടു. പലരും ഓഫീസിൽ പോകുന്നില്ല, പകല് ക്ലാസ് ഇല്ല, പകല് മീറ്റിംഗ് ഇല്ല, വൈകിട്ടേ ഉള്ളൂ. പക്ഷെ പകല് ചിലരൊക്കെ ഓഫീസിൽ പോയിട്ട് പാസ്റ്ററിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവര്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യ, ഇപ്പം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഒടുവിൽ കർത്താവ് എനിക്കൊരു ചെറിയ ബുദ്ധി തന്നു. ഞാൻ പറഞ്ഞു, ഈ തീരുമാനം നിൽക്കട്ടെ, ഞാൻ ഇവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞങ്ങ് വീട്ടിൽ തിരിച്ചുപോയി 1 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേ താല്പര്യം, ഇങ്ങനെ തന്നെ ഇതേ പ്രഷറോടെ, ഇതേ ഒരു ഉൾത്തള്ളലോടെ നിലനിൽക്കുന്നെങ്കിൽ എന്നെ നിങ്ങൾ വിവരം അറിയിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാം. ശരി, അത് അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു കേട്ടോ. ഇതുവരെ അവരാരും വിളിച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ എനിക്ക് അവിടെ ശുശ്രൂഷയ്ക്ക് ചില വർഷങ്ങൾക്ക് ശേഷം അവസരം തന്നു. ഇങ്ങനെ പറഞ്ഞ പലരും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ സഭയിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേറെ പലരും ഇറങ്ങി കേട്ടോ. അത് വേറെ കാര്യം. വൈകാരികമായ ഒരു തിരത്തള്ളലിൽ ഇതൊന്നും ചെയ്യരുത്. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മുടെ പ്രസംഗകരും പാട്ടുകാരുമൊക്കെ ജനത്തെ ആ ഒരു വൈകാരിക തലത്തിലേക്ക് തള്ളിവിട്ട് കാര്യങ്ങൾ നടത്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പാടില്ല, അത് പാടില്ല. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ഓൾട്ടർ കോളൊക്കെ കൊടുക്കുമ്പോൾ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് മുമ്പോട്ട് വരുന്ന പലരും എങ്ങനെയാ. അതുകൊണ്ടാണ് തീരുമാനം എടുത്തിട്ടും കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ മറ്റു പല രീതികളിലും പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യേശു കർത്താവ് സഹോദരന്മാരോട് പിതാവിന്റെ നാമത്തെ കീർത്തിക്കുമെന്ന് പറയും. ദൈവത്തിന് സന്തോഷമാകാൻ വേണ്ടി വേണം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ. പാട്ടുകാരെയോ പ്രസംഗകരെയോ അധ്യക്ഷരെയോ ഒന്നും സന്തോഷിപ്പിക്കാൻ വേണ്ടിയരുത്. ഇന്നത്തെ നമ്മുടെ സഭകളിൽ നടക്കുന്ന ആ തെറ്റായ പ്രവണത മാറേണ്ടതാണ്. പ്രസംഗകർ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ യഥാർത്ഥ നിലയിൽ മഹത്വപ്പെടുത്താൻ ജനത്തെ പ്രാപ്തരാക്കേണ്ടതാണ്, ഒരുക്കേണ്ടതാണ്. അത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രം. സ്തോത്രം. നമുക്ക് സങ്കീർത്തനം 22:22 ഒന്നും കൂടെ വായിക്കാമല്ലോ. സാംസ് 22:22 ഇന്നലെ നമ്മൾ വായിച്ചതാണ്. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സ്തോത്രം.
21 കൂടെ വായിച്ചാട്ടെ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ഇത്ര വിശദമായി വിവരിക്കുന്ന മറ്റൊരു സങ്കീർത്തനം ഇല്ല. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്കിൽ, ചെറിയ ആട്ടിൻകൂട്ടത്തിൽ, ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യമെടുത്ത് ഞങ്ങളെ ചിന്തിച്ചായിരുന്നു, പഠിച്ചിരുന്നു. ഞാനോ ഒരു കൃമിയത്രേ എന്ന് അതിൻ്റെ 6-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നല്ലേ? സ്തോത്രം. യാ, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്ര. ആ വാക്യം എടുത്തുകൊണ്ട് ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്കിൽ ഒരു ദിവസം, അന്ന് ഞാൻ ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷുകാര് തിരുവത്താഴം എടുക്കുമ്പോൾ പോലും ഷൂസ് ഒന്നും ഊരാറില്ല. അങ്ങ് തിരുവത്താഴം ശുശ്രൂഷിക്കുമ്പോൾ പോലും അതൊന്നും ഊരാറില്ല. പക്ഷേ C.H. സ്പർജൻ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം അന്ന് ഞാൻ ഓർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഷൂസ് എല്ലാം ഊരി മാറ്റണം, അത്ര ഭയഭക്തിയോടെ വേണം ഈ സങ്കീർത്തനം വായിക്കാൻ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഇത്രയധികം വിവരിക്കുന്ന മറ്റൊരു സങ്കീർത്തനമില്ല. അതിൻ്റെ 21-ാമത്തെ വാക്യം വരെ കണ്ടോ, നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ വിവരണമാണ് 21 വരെ. അപ് ടു വേഴ്സ് 21 we have the description of the passion of Christ, the mental, emotional, physical agony Christ went through. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ആദ്യ വാക്യം മുതൽ നമുക്കത് കാണാം. പക്ഷേ കണ്ടോ, 21-നും 22-നും ഇടയിൽ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. 21-ാം വാക്യം വരെ യേശു കർത്താവ് പറഞ്ഞു വന്ന സങ്കടത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, രക്തധമനികൾ പൊട്ടിപ്പോകുന്ന മാനസിക സംഘർഷത്തിൻ്റെ അവസ്ഥ 21-ാം വാക്യത്തിനും 22-ാം വാക്യത്തിനും ഇടയിൽ മാറുകയാണ്. ആ വലിയ വ്യത്യാസം കണ്ടോ? 21 വരെ വിടുതലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, സങ്കടത്തിന്റെ കയത്തിലാണ്. സ്തോത്രം. കാട്ടുപോത്ത്, സിംഹങ്ങൾ, കാളക്കൂറ്റന്മാർ, നായ്ക്കൾ എന്നിങ്ങനെയൊക്കെയുള്ള ഭീകര അവസ്ഥകളിലൂടെയാണ് അവിടുന്ന് കടന്നു പോകുന്നത്. ദാഹിച്ചു വലയുന്ന, നാക്കണ്ണാക്കോട് പറ്റിയിരിക്കുന്ന, അസ്ഥികളൊക്കെ ബന്ധം വിടുന്ന, ക്രൂശിൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വല്ലാത്ത ഭീകരമായ ഒരവസ്ഥ. ആ കരച്ചിലിന്, ആ വേദനയ്ക്ക്, ആ സങ്കടത്തിന് പെട്ടെന്നൊരു മാറ്റം 22-ാം വാക്യത്തിൽ. വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ വേഴ്സസ് 21 and 22? ഇത്ര വലിയ മാറ്റത്തിന് 21-ഉം 22-ഉം വാക്യങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സ്തോത്രം. അവിടെയാണ്
നാം കാണുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റിസറക്ഷൻ, ദ എക്സോൾട്ടേഷൻ. The scene is changed all of a sudden. സ്തോത്രം. പെട്ടെന്ന് അവിടുത്തെ രംഗം മാറുകയാണ്. 21 വാക്യം വരെ യേശു കർത്താവ് കടന്നുപോയ കഷ്ടാനുഭവങ്ങൾ 22 വരുമ്പോൾ മാറുന്നു. അപ്പോൾ ഇതിന് ഇടയ്ക്ക് സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണമാണ്, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. സ്തോത്രം. യോഹന്നാൻ 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം അതുവരെ നടന്നിരുന്നില്ല. സ്തോത്രം. ഗ്ലോറിഫിക്കേഷൻ, യേശുവിൻ്റെ ക്രൂശീകരണത്തെ തേജസ്കരണമെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതോടുകൂടെ രംഗം മാറുകയാണ്. 21 വാക്യം വരെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള വിവരണമാണ്. 22 മുതൽ കർത്താവിൻ്റെ ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ എക്സോൾട്ടേഷൻ, കർത്താവിൻ്റെ ഉയർച്ചയെക്കുറിച്ചാണ്, തേജസ്കരണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 28 മുതൽ യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ചും ന്യായാധിപത്യത്തെക്കുറിച്ചുമാണ്. Verses from 28 in Psalms 22. It's about Christ's kingship, his rulership, his being the judge, his judgment. സ്തോത്രം. അപ്പോൾ 22 വാക്യത്തിൽ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ തേജസ്കരണത്തിൽ രംഗം മാറിയിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഈ സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ 2 അർത്ഥങ്ങൾ നമ്മൾ ആദ്യത്തെ ദിവസം ചിന്തിച്ചിരുന്നു. 2 അർത്ഥം അതിനുണ്ടെന്ന്. മുമ്പേ ജയപ്രകാശ് പാസ്റ്റർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും കൂടെ അതിനകത്തിലുണ്ട്. ഒന്ന്, സഭ എന്ന നിലയിൽ ക്രിസ്തീയ സഭയെക്കുറിച്ചുള്ള പരാമർശമാണ് എന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ടു. എന്നാൽ ഈ പ്രത്യേക വാക്യങ്ങൾ 21ഉം 22ഉം വാക്യങ്ങൾ, സങ്കീർത്തനം 22ന്റെ 21ഉം 22ഉം വാക്യങ്ങളെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു കാര്യവും കൂടെ മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, ഇതിനെ യേശുക്രിസ്തു മരിച്ചിട്ട് പോയ പറുദീസയിലെ ആത്മാക്കളോടുള്ള ബന്ധത്തിലും നമുക്കിത് മനസ്സിലാക്കാം. യേശുക്രിസ്തു ഈ സങ്കീർത്തനം 22ന്റെ 22 പറയുന്നത് പോലെ ഏറ്റവും ആദ്യം ആരുടെ അടുക്കൽ അല്ലെങ്കിൽ ആരുടെ ഇടയിലാണ് പിതാവിന്റെ നാമത്തെ കീർത്തിച്ചത്? പറുദീസയിലായിരുന്ന ആത്മാക്കളോട്. അത് ഹാബയിൽ തുടങ്ങി കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ വരെ ഉള്ളവരുടെ ബദ്ധന്മാരായ ആത്മാക്കളോടാണ് പിതാവിന്റെ നാമത്തെ പുത്രൻ കീർത്തിച്ചത്. അപ്പോൾ ആ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളെയും ഇവിടെ വിളിക്കുന്നത് സഹോദരന്മാർ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ സഹോദരന്മാർ എന്ന സംബോധനയും പ്രയോഗവും
പുതിയ നിയമ വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. പഴയ നിയമ വിശുദ്ധന്മാരുടെ, എബ്രായർ 9-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സിദ്ധന്മാരുടെ ആത്മാക്കൾ, അവരെയും സഹോദരന്മാരെന്ന് ഇവിടെ വിളിച്ചതായി കാണാം. അപ്പോൾ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ പാപം യേശു വഹിച്ചു, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയും യേശു സഹിച്ചു. അതാണ് നമ്മൾ 9-ാം വാക്യത്തിൽ കണ്ടത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവനും അനുഭവിച്ചവനും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനുമായ യേശു. Up to verse 21 in Psalm 22. Also Hebrews 2:9 and 10. Jesus Christ is a suffering servant who took all our sins upon him and bore the condemnation of our sins. And therefore he tasted death, and he suffered death, and he was made perfect through sufferings. But he joyfully endured. He did not complain. He did not curse. He did not renounce the name of the Father. He did not defile the Holy Father's name. But instead he yielded himself to the will of the Father, and therefore he was exalted. When he accomplished the very purpose of his suffering, he began to declare and to proclaim the name, the praises of the name of the Father to his brethren. He did it, first of all, in the paradise, in the bosom of Abraham. Among the Old Testament saints, beginning from the first believer, Abel. And now in the Christian church, among the living saints. യേശുക്രിസ്തു സന്തോഷത്തോടെ നമുക്ക് പകരം, സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്, നമുക്ക് പകരമായ മരണം ആസ്വദിച്ചു, അനുഭവിച്ചു, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. യെശയ്യാ 53 കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കണം. വളരെ സന്തോഷത്തോടെ ഈ ഏറ്റവും വേദനാജനകമായ മരണം യേശു ആസ്വദിച്ചു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷണറിയായി, നമ്മുടെ പകരക്കാരനായി ക്രിസ്തു അനുഭവിച്ച കഷ്ടവും മരണവും പിതാവ് അംഗീകരിച്ചു. The Father was satisfied because of the atonement done by Christ on our behalf. നമുക്ക് പകരം ക്രിസ്തു ക്രൂശിൽ സഹിച്ചത് പിതാവ് അംഗീകരിച്ചു. സ്തോത്രം. അതിൽ പിതാവ് പ്രസാദിച്ചു. അതാണ് യേശുക്രിസ്തുവിന്റെ സന്തോഷം. യെശയ്യാ 53 10 കൂടെ വായിച്ചാട്ടെ. ഐശയ്യാ 53 verse 10.
എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിൽ പുത്രന് സംതൃപ്തിയായി. പിതാവിന്റെ ഇഷ്ടം പുത്രൻ നിവർത്തിച്ചതിൽ പിതാവിനും സന്തുഷ്ടിയായി. അതുകൊണ്ട് യേശുക്രിസ്തു സന്തതിയെ കാണുന്നു എന്ന് പറയുന്നു. അടുത്ത വാക്യത്തിൽ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഉയർപ്പിനാൽ പിതാവിന്റെ നീതി നിവർത്തിച്ച്, പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച്, നമ്മുടെ ശിക്ഷയേറ്റ് നമ്മെ ശിക്ഷാവിധിയിൽ നിന്നും വിടുവിച്ചു. അതിൽ സന്തുഷ്ടനായിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സ്തോത്രം. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെ സഭയിൽ പ്രസ്താവിക്കുവാനുള്ളത്, ക്രിസ്തുവിന് സഭയോട് അറിയിപ്പാനുള്ളത് പിതാവിൻ്റെ മഹത്വമാണ്. പിതാവിൻ്റെ മഹത്വമാണ്. മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ ദൈവം നമ്മോട് സംസാരിക്കുമ്പം നമ്മളെക്കുറിച്ചല്ല അധികം സംസാരിക്കാനുള്ളത്, അവിടുത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അധികവും ദൈവം അവിടുത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. പ്രസംഗത്തിലും പ്രവചനത്തിലും വ്യക്തിപരമായ ദൈവീക ഇടപെടലിലും ദൈവം ഇതാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വെദർ ഇറ്റ് ഈസ് എ പ്രീച്ചിങ് ഓർ എ പ്രൊഫസി, whether it is personal or congregational, what God says the most is revealing himself to us. His glory, his majesty, his nature, his characteristics, his wishes, his will, his purpose. He will share his joy, his pains. See, ദൈവം പ്രവചനത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ വ്യക്തിപരമായോ സഭാപരമായോ നമ്മോട് ഇടപെട്ടാൽ ഏറ്റവും അധികമായി ദൈവം ചെയ്യുന്നത് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയല്ല, നമ്മളെ സുഖിപ്പിക്കുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. സ്തോത്രം. രഹസ്യമായി പാപം ചെയ്ത് ദൈവത്തോട് ഹൃദയം അകന്നിരിക്കുന്ന ഒരുത്തനോടും പൊതുവെ പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ അവനെ ഉയർത്താൻ പോകുന്ന കാര്യങ്ങളൊക്കെയാ സാധാരണ പറയാറ്. അത് ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവം കൂടെയാണ്. പാപം ചെയ്തവനെ മനുഷ്യരുടെ മുമ്പിൽ വലിച്ചു കീറി നാണം കെടുത്തുന്ന പരിപാടി ദൈവത്തിനില്ല. അത് ചെയ്യുന്നത് അങ്ങേയറ്റം പറ്റുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ആ പരിപാടി ചെയ്യത്തില്ല. ആ ദൈവിക സ്വഭാവത്തിന്റെ ഭാഗമാണത്. എങ്കിൽ കൂടെ ദൈവം
നമ്മളെക്കുറിച്ചല്ല, നമ്മുടെ ഭാവിയെക്കുറിച്ചല്ല, നമ്മുടെ ഭൗതികതയെക്കുറിച്ചല്ല അധികം നമ്മോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പകരം തന്നെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചൊക്കെയാ ദൈവം നമ്മോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രസംഗങ്ങളും പ്രവചനങ്ങളും ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണോ അതോ നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നതാണോ? ഞാനൊരു ഉപദേശി എന്ന നിലയിൽ ഒരു പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനും പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ചെറുതോ വലുതോ ഒക്കെ ആയ യോഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ മനസ്സിന് പലപ്പോഴും സംഘർഷം തോന്നിയിട്ടുള്ള ഒരു വിഷയമാണിത്. എന്നെപ്പോലെ ഉള്ളവര് അധികവും ദൈവവചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യുകയാണ് പതിവ്. കേൾവിക്കാർക്ക് വൈകാരികമായ സുഖം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും കേൾവിക്കാർക്ക് വൈകാരികമായ ഒരു സുഖം തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ പൊതുവെ ഇല്ലല്ലോ. പൊതുവെ ജനം അത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനമോ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളോ വിവരണങ്ങളോ പൊതുവെ നമ്മുടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്കധികവും ഇഷ്ടം അവരെക്കുറിച്ച് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അത് കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ ചിലപ്പോൾ കരയും. വേണമെങ്കിൽ കഴുത്തെ കിടക്കുന്ന ആഭരണമൊക്കെ ഒരു സ്തോത്രകാഴ്ചപ്പെട്ടിക്കകത്തിടും. തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഉണ്ടോന്ന് പോലും നോക്കില്ല. പേഴ്സ് മുഴുവനും ചർച്ചിൽ കാലിയാക്കിയിട്ട് പോകും. കാരണം അവരത്രയ്ക്കും വികാരഭരിതരായി തങ്ങളെക്കുറിച്ച് തന്നെ കേട്ടപ്പോൾ. പക്ഷേ ഈ ഒരു വികാരം ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. അതിന് കാരണം മറ്റൊന്നുമല്ല, ദൈവവുമായിട്ട് അങ്ങനെ ഉള്ളവർക്ക് ബന്ധമില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ നമ്മുടെ കേരളത്തിൽ റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഉൾപ്പെടെ പലരുടെയും ദീർഘകായ പ്രതിമകളും കട്ടൗട്ട്സും ഒക്കെ ഉയർന്നിട്ടുണ്ടെന്ന് പത്രങ്ങളിലൂടെയൊക്കെ ഞാൻ വായിച്ചു. നടക്കുന്നത് മറ്റൊരു കോണ്ടിനെന്റിൽ, ഭൂഖണ്ഡത്തിൽ. അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായി ബന്ധമൊന്നും ഇല്ലാത്തവരാണ്. എന്നാലും ശരി, ഇന്ത്യക്കാരായ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടതാരങ്ങളും അതുകൊണ്ട് ഓരോ ഇഷ്ട ടീമുകളും ഉണ്ട്. അവർക്ക് പ്രിയപ്പെട്ട കളിക്കാരോ അവരുടെ രാജ്യങ്ങളോ ഗോളടിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാ. അവരെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലും ഒക്കെ വരുന്ന വാർത്തകൾ ആവർത്തിച്ച് വായിക്കാൻ അവർക്ക് എന്തോ ഒരു സന്തോഷമാ. എന്നാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത താരങ്ങൾ ഉൾപ്പെടുന്ന ടീമുകളെ കുറിച്ച് വായിക്കാനോ അറിയാനോ ഇവർക്കൊട്ടും സന്തോഷമില്ല. എന്ന് വെച്ചാൽ കാര്യം മനസ്സിലായോ? ആ ടീമുമായിട്ട് ഓരോരുത്തർക്കുമുള്ള ബന്ധം പോലെയാണ് അതിൽ സന്തോഷിക്കുക.
നമ്മൾ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നെങ്കിൽ അർത്ഥം ആ കർത്താവുമായി നമുക്കൊരു ബന്ധമുണ്ടെന്നാണ്. അവനുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തവർക്ക് ദൈവത്തെക്കുറിച്ച് എത്ര കേട്ടാലും ബോറടിക്കുന്നതല്ലാതെ ഒരു സന്തോഷവും തോന്നത്തില്ല. സ്തോത്രം. അപ്പോൾ കർത്താവുമായി നമുക്ക് ബന്ധമുണ്ടാവുക എന്നതാണ് വളരെ പ്രധാനം. ഇവിടെ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യമുണ്ടോ ഇതുവരെ ഉള്ളതിൽ? സ്തോത്രം. സ്തോത്രം. എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. 13-ാമത്തെ വാക്യവും കൂടെ വായിക്കാമല്ലോ. And again I will put my trust in him. And again he says, here am I, and the children God has given me. സ്തോത്രം. Another revelation of our relationship with Christ. ഈ വാക്യത്തിൽ നമുക്ക് ക്രിസ്തുവും നാമും തമ്മിലുള്ള മറ്റൊരു ബന്ധത്തെ കാണാൻ പറ്റും. ഇതുവരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് കർത്താവ് നമ്മളെ എന്ത് വിളിക്കുന്നു, എങ്ങനെ സംബോധന ചെയ്യുന്നു? ബ്രദേഴ്സ്. സഹോദരന്മാർ. ഈ വാക്യത്തിലോ? ചിൽഡ്രൻ. ഈ വാക്യത്തിൽ ചിൽഡ്രൻ. സ്തോത്രം. സഹോദരന്മാർ ഇപ്പോൾ മക്കളായി. സ്തോത്രം. നമ്മളെ മക്കളെന്ന് വിളിക്കുകയാണ്. ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. സ്തോത്രം. ബിഹോൾഡ് I and the children whom God has given me. സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്താവ് പറയുന്നു, I will put my trust in him. ഞാൻ അവനിൽ ആശ്രയിക്കും. ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. സ്തോത്രം. And again he says, my trust and assured reliance and confident hope shall be fixed in him. Amplified version il parayunnu. And yet again, here I am, I and the children whom God has given me. A new relationship we have here with Christ. അതിലേക്ക് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ എത്താം. ആദ്യ ഭാഗം, I will put my trust in him. ആംപ്ലിഫൈഡ് വേർഷനിൽ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. My trust and assured reliance and confident hope shall be fixed in him. നാം ഇന്നലെ കണ്ടതുപോലെ ക്രൈസ്റ്റ് ഐഡന്റിഫൈഡ് ഹിംസെൽഫ് വിത്ത് ദ എൻറ്റയർ ജനറൽ ഹ്യൂമാനിറ്റി. മനുഷ്യനോട്, മനുഷ്യജാതിയോട് യേശുക്രിസ്തു തന്നെ തന്നെ താദാത്മ്യപ്പെടുത്തി. പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ കഷ്ടപ്പാടുകളോട്, പങ്കപ്പാടുകളോട്, പരീക്ഷകളോട് യേശു തന്നെ തന്നെ കെട്ടിവെച്ചു.
നാം അനുഭവിക്കുന്ന സകല അവസ്ഥകളും യേശു അനുഭവിച്ചു. പാപം ഒഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. സ്തോത്രം. നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങളിലൂടെ യേശു കടന്നുപോയി. നമ്മൾ സങ്കീർത്തനം 22-21 വരെ അതേക്കുറിച്ച് കണ്ടല്ലോ. പ്രത്യേകിച്ചെടുത്ത് കണ്ടില്ലെങ്കിലും പൊതുവായി. എന്നാൽ അങ്ങനെ യേശു ക്രിസ്തു കടന്നുപോയ കഷ്ടങ്ങളിൽ, സങ്കടങ്ങളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ, പ്രലോഭനങ്ങളിൽ ക്രിസ്തു എന്ത് ചെയ്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. 13-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് എന്ത് ചെയ്തു? Will put my trust in him. യെസ്, ദൈവത്തിൽ ആശ്രയിച്ചു, പിതാവിൽ ആശ്രയിച്ചു. നമുക്കൊരു നല്ല മാതൃകയാണ്. സ്തോത്രം. അകാരണമായി നാമും പീഡിപ്പിക്കപ്പെടും. നമ്മളൊക്കെ പറയും, എന്നാലും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ബ്രദറെ വേറെ ഒരാൾ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോട്ടെന്ന് വെച്ചേനെ. എന്നാലും ഈ ആൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അതെനിക്ക് സഹിക്കുന്നില്ല. ശരിയാ, ഒരിക്കലും നമ്മളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തവരാണ് നമ്മളോട് ചെയ്തത്. ശരിയാ. യേശു കർത്താവ് എന്താ പറഞ്ഞത്? എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും. അവൻ മറ്റൊരുത്തനല്ല, എന്റെ അപ്പം തിന്നവനാണ്, എന്നോട് മധുര സമ്പർക്കം ചെയ്തിരുന്നവനാണ്. Never it was expected from such a person. സ്തോത്രം. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകയില്ലെന്ന് നെഞ്ചത്തടിച്ചു പറഞ്ഞ പത്രോസും കർത്താവിന് കേൾക്കത്തക്ക ദൂരത്തിൽ നിന്നുകൊണ്ട് 3 പ്രാവശ്യം പ്രാഗി കർത്താവിനെ അറിയുന്നില്ലെന്ന് തള്ളിപ്പറഞ്ഞു. അന്യായമായി, അകാരണമായി യേശു പീഡിപ്പിക്കപ്പെട്ടു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ 6 കോടതികളിൽ കുറഞ്ഞത് 7 പ്രാവശ്യമെങ്കിലും യേശു വിസ്തരിക്കപ്പെട്ടു, കുറ്റമില്ലാത്തവനെന്ന് തെളിഞ്ഞു. ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും സൻഹദ്രീൻ സംഘത്തിന്റെയും ഈ 3 മതകോടതികളിലും പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും സിവിൽ കോർട്ടുകളിലും പൊതുജനത്തിന്റെ ഇടയിൽ ജനകീയ കോടതിയിലും സ്തോത്രം, ഇങ്ങനെ 6 കോടതികളിൽ 7 പ്രാവശ്യം, 7 ജനകീയ കോടതിയിൽ 3 പ്രാവശ്യമെങ്കിലും യേശു വിസ്തരിക്കപ്പെട്ടതായിട്ടാ ലൂക്കോസ് 23-4, 14, 15, 16 വാക്യങ്ങളും 22-ാം വാക്യവും പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 കോടതികളിൽ ഏതാണ്ട് 9 പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെട്ടു. എന്നിട്ടും ഒരു കുറ്റവും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും, വീണ്ടും പറയുന്നു, എന്നിട്ടും യേശു ക്രൂശിക്കപ്പെട്ടു. വീണ്ടും ആവർത്തിക്കുന്നു, എന്നിട്ടും. ആ പദം എന്നിട്ടും യേശുവിന് പരാതിയില്ല.
ഈ ഒറ്റിക്കൊടുത്തവരോടും കാണിച്ചു കൊടുത്തവരോടും കുറ്റം വിധിച്ചവരോടും ആരോടും പ്രതികാര നടപടിയില്ല. എന്ത് ചെയ്തതേ ഉള്ളൂ? എന്ത് ചെയ്തതേ ഉള്ളൂ? Remain silent. അല്ല, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന വാക്യത്തോടനുബന്ധിച്ച് Trusted God. trusted in God the Father. സ്തോത്രം. ഈ ട്രസ്റ്റിന്റെ അർത്ഥം ഇവിടെ മലയാളത്തിൽ എന്താ? ഞാൻ അവനിൽ ആശ്രയിക്കും, അല്ലേ? പതിമൂന്നാം വാക്യം, ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും. ഞാൻ അവനിൽ ആശ്രയിക്കും. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? പോകാൻ നമുക്ക് അത് വായിച്ച് നമുക്ക് നിർത്താം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21 തൊട്ട്. For to this you have been called, because Christ also suffered for you, leaving you an example so that you might follow in his steps. He committed no sin, neither was deceit found in his mouth. When he was reviled, he did not revile in return. When he suffered, he did not threaten, but continued entrusting himself to him who judges right justly. This is trusting. Without any reason, he was persecuted. He was despised. Finally, he was bruised and given for crucifixion. But still, he did not retaliate. He did not do anything. Even he did not say a word. But what did he do? But kept entrusting himself to him who judges fairly. Yes, this is the trust. Entrusting himself, and everything happened to him, to the Father who would judge righteously. ഇതാണ് ആശ്രയമെന്ന് പറയുന്നത്. ഞാൻ അവങ്കൽ ആശ്രയിക്കും, അല്ലെ ഞാൻ നിങ്കൽ ആശ്രയിക്കുമെന്ന് യേശു പറഞ്ഞതാണ് പത്രോസ് ഇവിടെ വിവരിച്ചു പറയുന്നത്. 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങളിൽ. അകാരണമായി പാപം ചെയ്യാതിരുന്നിട്ട്, വഞ്ചനയൊന്നുമില്ലാതിരുന്നിട്ട്, തിരിച്ച് ഭീഷണിയൊന്നും പറയാതിരുന്നിട്ട്, സ്തോത്രം, മിണ്ടാതെ ഇരുന്നു ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിച്ചു. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയും ദൈവത്തിന്റെ ഇടപെടുന്ന രീതി വിധത്തിനു വേണ്ടിയും പൂർണ്ണമായും വിധേയപ്പെട്ട കാത്തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആശ്രയമെന്ന് പറയുന്നത്. ദിസ് ഈസ് ട്രൂ ട്രസ്റ്റ്. Not doing anything in return, even after having been persecuted without any reason, and 2, one could have retaliated. അകാരണമായി എല്ലാം നേരിടുക, സഹിക്കുക, പ്രതികരിക്കുവാൻ, to respond and to react, പ്രതികരിക്കുവാനും തിരികെ ചെയ്യുവാനും കഴിയുമായിരുന്നിട്ടും അതിന് മുതിരാതെ ന്യായമായി വിധിക്കുന്ന ദൈവത്തിങ്കൽ കാര്യം ഭരമേൽപ്പിക്കുകയും ദൈവത്തിന്റെ സമയത്തിനും
ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും വേണ്ടി ശാന്തമായി കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ആശ്രയമെന്ന് പറയുന്നത്. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ അവങ്കൽ ആശ്രയിക്കും. യേശുവിന് വേണമെങ്കിൽ ക്രൂശിക്കപ്പെടാതെ രക്ഷപ്പെടാമായിരുന്നു. ന്യായാധിപ സംഘങ്ങളിൽ യേശു തിരിച്ച് വാദിക്കാൻ പോയിരുന്നെങ്കിൽ കർത്താവിനെ കുറ്റം വിധിക്കാൻ ആർക്കും പറ്റില്ലായിരുന്നു. ഈവൻ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പോലും സഹസ്രാധിപനോട് ചോദിച്ചു, റോമ പൗരന്റെ റൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. റോമ പൗരന്മാരാ ഞങ്ങളെ വിസ്താരം പോലും കഴിയാതെ നിങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണോ? പേടിച്ചുപോയി സഹസ്രാധിപൻ. നീ റോമ പൗരനാണോ? പേടിച്ചുപോയി. അപ്പോഴാ സഹസ്രാധിപൻ പറയുന്നത്, ഞാൻ ഒത്തിരി പണം കൊടുത്ത് സമ്പാദിച്ചതായി പൗരത്വം. പൗലോസ് പറയുന്നു, ഞാൻ അങ്ങനെ ജനിച്ചവനാ. ഇപ്പൊ പൗലോസ് പോലും അവിടെ തൻ്റെ റൈറ്റ്, തൻ്റെ അവകാശം ഒന്ന് വെളിപ്പെടുത്തി. യേശു അതിനേക്കാളൊക്കെ എത്രയോ ആധികാരികമായിട്ട് കർത്താവിന് പറയാമായിരുന്നു. മിണ്ടിയില്ല, വായ് തുറക്കാതെ ഇരുന്നു. അതുകൊണ്ട് ന്യായം കിട്ടാതെ പോയി. അത് ഭോഷത്വമാണെന്ന് പലരും ധരിക്കും. ക്രൂശിൽ നിന്നും വേണമെങ്കിൽ യേശുവിന് ഇറങ്ങി വരാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാൻ യേശു മനസ്സുവെച്ചു. ഇതിനെയാണ് ആശ്രയമെന്ന് പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നേരിടുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ട് കർത്താവേ ഇന്നതുപോലൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിനും കൂടെ ആലോചന കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് പോലെ പോലും പ്രതികരിക്കാതെ പൂർണ്ണമായും ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയം കൊടുക്കുന്ന, ദൈവത്തിൻ്റെ സമയത്തിനും ദൈവത്തിൻ്റെ വിധത്തിനും വേണ്ടി സൗമ്യതയോടെ കാത്തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. അവൻ എന്നോട് എന്ത് ചെയ്താലും എനിക്ക് സമ്മതം. സ്തോത്രം. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചാലും ദൈവം ചെയ്യുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, അതിനെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന, സ്വയമായിട്ടൊന്നും ചെയ്യാൻ ഒരുങ്ങാതിരിക്കുന്ന അവസ്ഥയാണ് ആശ്രയം. അതിന് യേശു നമുക്ക് മാതൃകയാണ്. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നമുക്കും കർത്താവിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി നിലനിൽക്കാം. നമ്മുടെ കർത്താവ് സകലവും ന്യായമായി ചെയ്യുവാൻ വേഗം വരാൻ പോകുന്നു. നമുക്കതുവരെ ക്ഷമയോടെ വിശുദ്ധിയോടെ കാത്തിരിക്കാം. അവിടുത്തെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.